എല്ലാവർക്കും ഗ്രേറ്റ് ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എങ്ങനെ ചട്ടികൾ നിറക്കാൻ ആവശ്യമായ മണ്ണ് തയ്യാറാക്കിയെടുക്കാമെന്നതിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ പോട്ടിംഗ് മിക്സർ എങ്ങനെ തയ്യാറാക്കാമെന്നതിനെ കുറിച്ചാണ്. നിങ്ങളീ കാണുന്ന ബോഗൺവില്ല ഏകദേശം 3 മാസം പ്രായമുള്ളതാണ്. ഇതിലിപ്പം ധാരാളം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാം. അതിന് കാരണം അത് നടുന്ന സമയത്ത് അതിന് തയ്യാറാക്കി കൊടുത്ത മികച്ച പോട്ടിംഗ് മിക്സർ തന്നെയാണ്. ഇതുപോലെ നല്ല രീതിയിലുള്ള ഒരു പോട്ടിംഗ് മിക്സർ എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. പോട്ടിംഗ് മിശ്രിതത്തിലെ ഏറ്റവും പ്രധാന ഘടകം മണ്ണ് തന്നെയാണ്. നമുക്ക് ഒരു ചട്ടിയിൽ നിറക്കാൻ ആവശ്യമായ പോട്ടിംഗ് മിശ്രിതത്തിന്റെ 50% മണ്ണ് ഉപയോഗിക്കാവുന്നതാണ്. മണ്ണ് ശേഖരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം കഴിവതും മേൽമണ്ണ് ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നതാണ്. കാരണം മേൽമണ്ണിൽ സ്വാഭാവികമായി തന്നെ ഒരു ചെടികൾക്ക് ആവശ്യമായ ധാരാളം ഘടകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാകും. മറ്റൊരു പ്രധാന കാര്യം മണ്ണിലെ pH ലെവൽ അല്ലെങ്കിൽ അമ്ലത്വമാണ്. ഇത് പലപ്പോഴും ചെടികളുടെ വളർച്ചയെ ബാധിക്കുന്ന വലിയൊരു ഘടകം തന്നെയാണ്. മണ്ണിലെ അമ്ലത്വത്തിനെ ബാലൻസ് ചെയ്യാൻ പോട്ടിംഗ് മിശ്രിതത്തിൽ ഉപയോഗിക്കുന്ന മണ്ണിൽ ഇത്തിരി ഡോളമൈറ്റോ അല്ലെങ്കിൽ കുമ്മായമോ ചേർത്ത് 2 ആഴ്ചയ്ക്ക് ശേഷം ആ മണ്ണ് പോട്ടിംഗ് മിശ്രിതത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പോട്ടിംഗ് മിശ്രിതത്തിലെ അടുത്ത 25% ചകിരിച്ചോറ് അല്ലെങ്കിൽ കോക്കോപീറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ചകിരിച്ചോറ് പോട്ടിംഗ് മിശ്രിതത്തിൽ ഉപയോഗിക്കുമ്പോഴുള്ള 2 ഗുണങ്ങൾ: ഒന്ന്, ചെടികൾക്ക് ആവശ്യമായ ഈർപ്പം ദീർഘകാലം നിലനിർത്താൻ കഴിയുന്നു. മറ്റൊന്ന്, പോട്ടിംഗ് മിശ്രിതത്തിലെ മണ്ണ് കട്ടകെട്ടി പോകാതിരിക്കാനും സഹായിക്കും. ചകിരിച്ചോറ് കേക്ക് രൂപത്തിൽ കടകളിൽ ലഭ്യമാണ്. ഇത്തരം കേക്ക് രൂപത്തിലുള്ള ചകിരിച്ചോറിനെ ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്തെടുത്ത് പൊടി രൂപത്തിലുള്ളതാണ് പോട്ടിംഗ് മിശ്രിതത്തിൽ ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും, നല്ല രീതിയിൽ കുതിർത്ത് പൊടി രൂപത്തിലാക്കി എടുത്തതാണ്. അടുത്ത 25% മണ്ണിര കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മണ്ണിര കമ്പോസ്റ്റാണ് ചെടികൾക്ക് ആവശ്യമായ NPK അതുപോലെ ധാരാളം സൂക്ഷ്മ മൂലകങ്ങൾ ചെടികൾക്ക് നൽകുന്നത്. വേപ്പിൻ പിണ്ണാക്ക് മികച്ച ഒരു ജൈവ കീടനാശിനിയാണ്. മണ്ണിലടങ്ങിയ ധാരാളം കീടങ്ങളെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുന്നു. അതുപോലെ മികച്ച ഒരു ജൈവ വളം കൂടിയാണ് വേപ്പിൻ പിണ്ണാക്ക്. എല്ലുപൊടി ചെടികൾക്ക് ആവശ്യമായ ഫോസ്ഫറസും കാൽഷ്യവും നൽകി വരുന്നു. ഫോസ്ഫറസിലൂടെയാണ് ചെടികളിലെ പ്രകാശ സംശ്ലേഷണം നല്ല രീതിയിൽ ത്വരിതപ്പെടുത്തുന്നത്. അതുപോലെ കോശങ്ങളുടെ വളർച്ചയ്ക്ക് കാൽഷ്യവും അത്യാവശ്യ ഘടകമാണ്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും കുറഞ്ഞ അളവിലെങ്കിലും എല്ലുപൊടി പോട്ടിംഗ് മിശ്രിതത്തിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമുക്ക് ഇനി ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലൊരു പോട്ടിംഗ് മിശ്രിതമായി കഴിഞ്ഞു. ഇനി നമുക്കിതെങ്ങനെ ചട്ടിയിലേക്ക് നിറക്കാമെന്ന് നോക്കാം. തയ്യാറാക്കിയ പോട്ടിംഗ് മിശ്രിതം ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് നിറക്കാം. ചട്ടിയിലേക്ക് നിറക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യം: എല്ലാ ചട്ടിയിലും ഇതുപോലെ അടിഭാഗത്ത് ഹോളുകൾ ഉണ്ടാവും. വെള്ളം വാർന്നു പോകാൻ വേണ്ടി ചട്ടിയിൽ ഹോളുകൾ ഉണ്ടാവും. ചില ചട്ടിയിൽ ഇത് സൈഡ് ഭാഗത്തായിരിക്കും ഉണ്ടാവുക. ബട്ട് ഇവിടെ ഇത് നേരെ താഴെ തന്നെയാണുള്ളത്. ഇതിൽ നേരിട്ട് പോട്ടിംഗ് മിശ്രിതം നിറക്കുകയാണെങ്കിൽ ഓരോ തവണ വെള്ളം നനക്കുമ്പോഴും ചെറിയ അളവിൽ പോട്ടിംഗ് മിശ്രിതം നമുക്ക് ജലത്തോടൊപ്പം നഷ്ടപ്പെടും. അതുമൂലം പോട്ടിംഗ് മിശ്രിതത്തിന്റെ ക്വാളിറ്റി ക്രമേണ നഷ്ടമായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഹോളുകൾ ഒരു പാർഷ്യലി എന്തെങ്കിലും കല്ലോ അതുപോലെ ഓടിന്റെ കഷ്ണങ്ങളോ വെച്ച് അടക്കുക എന്നുള്ളതാണ്. ഒരിക്കലും പൂർണ്ണമായി അടക്കരുത്. ഇങ്ങനെ വെക്കുമ്പോൾ ഇതൊരു ലെവലല്ലാത്തൊരു കല്ലൊരിക്കലും ലെവലല്ലാത്ത സാധനമായതുകൊണ്ട് തന്നെ വെള്ളം എന്തായിട്ടും പുറത്തു പോവുകയും ചെയ്യും. അതോടൊപ്പം ഇത് പോട്ടിംഗ് മിശ്രിതത്തെ തടഞ്ഞു നിർത്തുകയും ചെയ്യും. അപ്പോൾ അതിന്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ കല്ലുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓടിന്റെ കഷ്ണങ്ങളോ വെച്ച് അതിനെ പാർഷ്യലായി ബ്ലോക്ക് ചെയ്യുക. ഒരിക്കലും വെള്ളത്തെ അത് ബ്ലോക്ക് ചെയ്യില്ല. വെള്ളം തീർച്ചയായും വാർന്നു പോകും. അതിനുശേഷം ഇത്തിരി മണലോ അല്ലെങ്കിൽ ചെറിയ മെറ്റലുകളോ അതിന്റെ മുകളിൽ ഒരു ബോർഡോ ഇടാവുന്നതാണ്. ഇത് പോട്ടിംഗ് മിശ്രിതത്തെ നല്ല രീതിയിൽ ഇവിടെ തടഞ്ഞു നിർത്തി വെള്ളത്തിനെ മാത്രം ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് വിടും. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതാണ്. അതല്ലെങ്കിൽ നമ്മൾ ഓരോ തവണ വെള്ളം നനക്കുമ്പോഴും പോട്ടിംഗ് മിശ്രിതം ജലത്തോടൊപ്പം പുറത്തുപോയി അങ്ങനെ ക്രമേണ പോട്ടിംഗ് മിശ്രിതത്തിന്റെ ഗുണം നഷ്ടപ്പെടും. ഇനി നമുക്കിതിലേക്ക് പോട്ടിംഗ് മിശ്രിതം നിറക്കാം. ചട്ടിയിലേക്ക് ആവശ്യമായ പോട്ടിംഗ് മിക്സർ നിറച്ചു കഴിഞ്ഞു. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിന്റെ 1/4 ഭാഗം മാത്രമേ ഞാൻ പോട്ടിംഗ് മിക്സർ നിറച്ചിട്ടുള്ളൂ. കാരണം ചെടി നട്ട് കാലക്രമേണ നമുക്ക് ഇതിലേക്ക് മണ്ണും വളങ്ങളും ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇതിന്റെ 1/4 ഭാഗം നിറച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യമായ ചെടികൾ നടാവുന്നതാണ്. പച്ചക്കറികൾ നടുന്ന ഗ്രോ ബാഗിലേക്ക് ഇതേ രീതിയിൽ തന്നെ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കാവുന്നതാണ്. നിങ്ങൾ പച്ചക്കറികൾക്ക് വേണ്ടിയാണ് പോട്ടിംഗ് മിക്സർ തയ്യാറാക്കുന്നതെങ്കിൽ അതിൽ ഇത്തിരി സൂക്ഷ്മമൂലങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ അതിന് ഉപയോഗിക്കുന്നത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അയർ എന്ന സൂക്ഷ്മമൂലങ്ങളുടെ ഒരു മിക്സാണ്. ഇത് ഒരു ചട്ടിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലേക്ക് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ മതിയാകും. ഇത് മികച്ച റിസൾട്ട് തന്നെ നിങ്ങളുടെ ചെടികൾക്ക് അല്ലെങ്കിൽ പച്ചക്കറികൾക്ക് നൽകുന്നതായിരിക്കും. ഇതുപോലെ മികച്ച ഒരു പോട്ടിംഗ് മിക്സർ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.
ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുക. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ ലഭിക്കുവാൻ ഗ്രേറ്റ് ഗാർഡൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.